എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വർക്ക് ഫ്രം ഹോം, വീട്ടിലിരുന്ന് പണിയെടുക്കുക. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് പണിയെടുക്കാം. വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു കൾച്ചർ കോവിഡിന് ശേഷം വളരെയധികം മുന്നോട്ട് വന്നൊരു സംഭവമാണ്. ഒരുപാട് ആളുകൾ ചെയ്യുന്നതാണ്. അതിൽ പലർക്കും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഓക്കെ ആണ് എന്ന് തോന്നുമെങ്കിലും ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരാറുണ്ട്. അത് പ്രത്യേകമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന പ്രതിപാദ്യ വിഷയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. വർക്ക് ഫ്രം ഹോം സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുവാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ. സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് ഒരുപാട് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നു. പല കമ്പനികളും നീ വീട്ടിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് 2-3 മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് എക്സ്ട്രാ വർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇവർ ഫ്ലെക്സിബിൾ ടൈമിംഗ് ആയതുകൊണ്ട് പ്രത്യേക സമയക്രമമൊന്നും പാലിക്കാതെ രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം ഇവരുടെ മാനസികമായ ആരോഗ്യത്തെയും ശാരീരികമായ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കൂടെ സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ലായ്മ, സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, യാത്ര ചെയ്യുവാനുള്ള സാഹചര്യം ഇല്ലായ്മ, പുറത്തിറങ്ങാനുള്ള സാഹചര്യം വളരെ കുറവ് എന്നുള്ള അവസ്ഥയെല്ലാം ഇവരുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ ബാധിക്കാറുണ്ട്. സാധാരണ ഓഫീസിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബൗണ്ടറി ഉണ്ട്, അതിർത്തി രേഖ. അതായത് ജോലി വീട്, വീട് ജോലി, ജോലിക്കും വീടിനും തമ്മിലുള്ള ഒരു അതിർത്തി രേഖ സാധാരണഗതിയിൽ ഓഫീസിലേക്ക് പോകുന്നവരുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ വർക്ക് ഫ്രം ഹോം ആവുമ്പോൾ അങ്ങനെ ഒരു അതിർത്തി രേഖ ഇല്ലാത്തത് പലപ്പോഴും ഇവർക്ക് മാനസിക സമ്മർദ്ദത്തിന് കാരണമാവുന്നു. അങ്ങനത്തെ ഒരു ബൗണ്ടറി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. വീട്ടിൽ തന്നെ ഓഫീസ് എന്നുള്ളതിനൊരു സെപ്പറേറ്റ് റൂം ക്രിയേറ്റ് ചെയ്ത് വെക്കുക. രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ ആ റൂമിലേക്ക് ചെല്ലുക. ഓഫീസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരിക. അതായത് ആ റൂമാണ് നമ്മുടെ ഓഫീസ്, വീട് വേറെയാണ്. അത് വർക്ക് ലൈഫാണ്, നമ്മുടെ ജീവിതമാണ്. അപ്പൊ ഇത് രണ്ടിനെയും സെപ്പറേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ള ആ ജോലിക്ക്, ആ മുറിയിലേക്ക് കയറുന്ന സമയത്ത് ഒന്ന് പ്രിപ്പയർ ആയി കയറുന്നത് എപ്പോഴൊന്നായിരിക്കാം. അതിന് മുമ്പിൽ 1/2 മണിക്കൂറിന് മുമ്പ് തന്നെ റെഡി ആവുക, മെഡിറ്റേഷൻ ചെയ്യുക, ഡീപ് ബ്രീത്തിങ് ചെയ്യുക. അതുപോലെ ഞാൻ ജോലിക്ക് കയറാൻ പോവുകയാണ്, സമയം 9 മണിയായി, ഓക്കെ, ഐ എം ഗോയിങ് ഇൻ ടു ദ ജോബ് എന്നുള്ള ആ ഒരു മാനസിക തയ്യാറെടുക്കുന്ന സാഹചര്യം നമ്മൾ സൃഷ്ടിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ളത് ഒരിക്കലും ആ ചിന്ത വരാനിടവരരുത്. തീർച്ചയായും നിങ്ങൾ ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, കൊളീഗ്സ് ഉണ്ടാവും. പക്ഷെ വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. നമ്മൾ ഒറ്റയ്ക്കാണ്, ആ റൂമിനകത്ത് ഒറ്റയ്ക്കാണ്. അപ്പോൾ ഈ ലോൺലിനെസ്സിനെ നമുക്ക് മറികടക്കാൻ നിങ്ങളുടെ ഓഫീസിലെ ആളുകളുമായി ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോ ചാറ്റിങ്ങും, അതേപോലെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ചാറ്റിംഗ്, അല്ലാതെ നമുക്ക് ചിറ്റ് ചെയ്യാനുള്ള സമയമല്ല ജോലി സമയം. അപ്പോൾ മിക്കവാറും ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഓഫീസിലെ ആളുകളുമായി ഇന്ററാക്ട് ചെയ്ത് ജോലി സമയത്തെ ലോൺലിനെസ് കുറയ്ക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് കഴിഞ്ഞ് ഈ സോഷ്യലൈസേഷൻ ഇല്ലാത്തതിന്റെ പ്രശ്നം വരും. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ഫ്രണ്ട്സിനോട് സംസാരിക്കണം. ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം, അതിനിടയ്ക്ക് 1-2 ഫോൺ കോൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുറത്തേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഓഫീസ് ടൈം അതിനായിട്ട് മാറ്റി വെക്കുക. അതായത് രാവിലെ 9 മണി മുതൽ 5 മണി വരെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ 9 മണി മുതൽ 6 മണി വരെ വർക്ക് ചെയ്യുള്ളൂ. കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാക്കുക. ലഞ്ച് സമയത്ത് ഓഫീസിൽ നിന്നും പുറത്തേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് ലഞ്ച് കഴിഞ്ഞ് തിരിച്ചു പോവുക. അതേപോലെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സ് എല്ലാം നമ്മൾ ഉപയോഗിക്കണം. അതിനുശേഷം വൈകുന്നേരം ജോലി കഴിഞ്ഞ് പുറത്ത് വന്ന് കൈകാലമൊക്കെ കഴുകി സാധാരണ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാഹചര്യം ഇവിടെയും സൃഷ്ടിച്ചെടുക്കണം എന്നർത്ഥം. എന്നിട്ട് വൈകുന്നേരം നടക്കാൻ പോവാം, ഫ്രണ്ട്സുമായി ഇന്ററാക്ട് ചെയ്യാൻ പോവാം, വ്യായാമത്തിന് പോവാം, കളിക്കാൻ പോവാം. ഇതെല്ലാം ടോട്ടലി സെപ്പറേറ്റ് ആവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ മറ്റൊന്ന് ചെയ്യാനുള്ളത്, ഭക്ഷണം ഒരു കാരണവശാലും വർക്കിന്റെ സമയത്ത് കഴിക്കരുത് എന്നുള്ളതാണ്. ആ റൂമിനകത്ത് ഭക്ഷണം കൊണ്ടുപോകരുത്. ഭക്ഷണത്തിനായി ബ്രേക്ക് എടുക്കുക. ഭക്ഷണം മറ്റു റൂമിൽ പോയി, നിങ്ങളുടെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഡൈനിങ് ഏരിയ ഉണ്ടാവുമല്ലോ, അവിടെ പോയി കഴിച്ചാൽ മതി. റൂമിനകത്തേക്ക് ഒരു കാരണവശാലും ഭക്ഷണം കൊണ്ടുപോകരുത്.
ഈ ജോലിക്കിടയിൽ തന്നെ നിങ്ങളുടെ ബോഡിയെ നല്ല രീതിയിൽ നിങ്ങൾ പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ബോഡി സ്ട്രെച്ച് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുക, ഇടയ്ക്കിടയ്ക്ക് നടക്കുക, ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾക്ക് എക്സസൈസ് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നിവയെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഗുണപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കും. വർക്ക് ഫ്രം ഹോം എന്നുള്ളത് റിയാലിറ്റിയാണ്. ഇനി ഭാവിയിലും വർക്ക് ഫ്രം ഹോം എന്നുള്ളത് ധാരാളം വന്നേക്കാവുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ അതിൽ ഉള്ളവരും ഭാവിയിൽ അത് വരാൻ സാധ്യതയുള്ളവരും ഈ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വർക്ക് ഫ്രം ഹോമിന്റെ മാനസിക സമ്മർദ്ദം നല്ല രീതിയിൽ കുറയ്ക്കുവാൻ സാധിക്കും. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.